Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay, starting out. Start with the prayer, thought of the day, and the sign. Okay. Who's going to say prayer? Prayer ആരാ ചൊല്ലുന്നേ? പ്രയർ നൈസി ആയിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലൊരു അപ്പുറത്തൊരു മരണം ഉണ്ടായതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആരെങ്കിലും ചൊല്ലാവുന്ന ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും prayer ചൊല്ലുന്നുണ്ടോ? Okay. Thought of the day or signing? Yes, ma'am. Thought of the day. Good afternoon, all. Thought of the day. If you want to walk fast, walk alone. But if you want to walk far, walk together. This meaningful quote is a wonderful reminder that the best path often is not the fastest, but the one that ensures you reach a more meaningful distant destination. Thank you. Have a nice day. Good afternoon, ma'am. Good afternoon, everyone. A warm welcome to all my dear friends and our respected Ashwati ma'am. I am really happy to be part of this wonderful class. Once more, I welcome you all to today's class. Let's enjoy learning together. Thank you. ക്ലാസ്സില് 20 above സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവരോടും കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയർ അറിയോ? ഏതെങ്കിലും ഒരു പ്രയർ ആർക്കെങ്കിലും അറിയോ? അറിയോ? എല്ലാവരോടും കൂടെയാണ് ചോദിക്കുന്നത്. അറിയോ? സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞ് വന്നവരാണ്. പ്രയർ പോലും അറിയാത്ത സ്റ്റുഡൻസ് എന്തായാലും ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഷുവറാണ്. ഓക്കെ, ഒരാള് പ്രയർ ചൊല്ലാമെന്ന് പറഞ്ഞ ഒരാളെ ആബ്സെന്റ് ആയി, റീസൺ പറഞ്ഞു ആബ്സെന്റ് ആയി. പിന്നെ എന്തുകൊണ്ട് വേറൊരാൾക്ക് പ്രയർ ചൊല്ലിക്കൂടാ? ഞാൻ തോട്ട് പറയുന്നുണ്ടല്ലോ വെച്ചിട്ടാണ്, പിന്നെ ഓപ്പർച്യൂണിറ്റി വേറെ ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ പാടാതിരുന്നത്. അല്ലെങ്കിൽ പാടുമായിരുന്നു. ഞാനും മാം സൈൻ ഔട്ട് പറയുന്നുണ്ട്. വേറെ കൊച്ച സൈൻ ഔട്ട് പറയണ്ട, അത് പറയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സൈൻ ഔട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു. ആരും ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. എപ്പോഴും ഞാൻ തന്നെ സൈൻ പറയുന്ന, സൈൻ ഔട്ട് പറയും. ചിലര് ചെയ്യും, ചിലര് ചെയ്യത്തില്ല. എന്നും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും കറക്റ്റ് ആയിട്ട് ഇന്ന ആള് ചെയ്യണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന് നേരത്തെ പറയണമെന്നും പറയും. ചിലര് പറയും, ചിലര് പറയത്തില്ല. ഈ ക്ലാസ്സിൽ ഈ പ്രയറും തോട്ട് ഓഫ് ത്രീയും സൈൻ ഔട്ട് എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളാണ് മിക്ക ക്ലാസ്സിലും. അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ആരാണ് പറയൂ? എല്ലാവർക്കും ഓരോരോ പൊസിഷൻ അല്ലേ? വൈഫാണെന്ന് പറയാം, മകളാണ്, ഒരു വൈഫാണ്, ഒരു അമ്മയാണ്, ഇപ്പൊ ഒരു ടീച്ചറാകും, അല്ലേ? ഒരു ഫ്രണ്ടാണ്, എല്ലാവരും ആണ്, എല്ലാമാണ്. ഒരു ക്ലാസ് ആണെന്നറിയോ? നിങ്ങൾ എന്തിനാണ് ഇവിടെ ജോയിൻ ചെയ്തത്? ചുമ്മാ പഠിക്കാനാണോ? ആണോ? മോണ്ടിസോറി എന്താണ്, സബ്ജക്ട് എങ്ങനെയാണ്, ചാപ്റ്റർ വൈസ് എന്താണ്, എക്സാം എങ്ങനെയാണ്, ഇതറിയാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്? ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ നിങ്ങൾക്ക്? മതിയോ? നിങ്ങളൊരു ടീച്ചർ ആയിട്ട് അത് ക്ലാസ് എടുക്കുമ്പോൾ ചാപ്റ്റർ എന്തൊക്കെയാണ്, ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്, അത് മാത്രമേ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ആണോ? അത് കണ്ടുപഠിക്കണം അവര് എല്ലാവരും. ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഇത് മാത്രമേ ടീച്ചറിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ, വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു ടീച്ചർ വേണ്ടത്. ആണോ? ഗുരു എന്ന് പറയും അല്ലെ? ഗുരു എന്താണ്? എല്ലാവർക്കും അറിയാം. പിന്നെ എന്ത് പറ്റും? നമ്മള് ക്ലാസ്സിൽ പ്രയറും ഈ തോട്ട് ഓഫ് ത്രീയും സൈനൊക്കെ വെച്ച് എന്തിനാണ് നിങ്ങൾക്ക് അറിയാം? ചുമ്മാ ഒന്ന് ചൊല്ലി പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല.
ഇതെല്ലാം ഒരു ചാൻസ് ആണ്. നമ്മുടെ സ്കൂളിലും ഇതെല്ലാം ഉണ്ടായിരുന്നു. അന്നൊന്നും ചൊല്ലാത്തവർ ഒരുപാട് പേരുണ്ട് അല്ലെ. പക്ഷെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് പ്രയർ ചൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പ്ലെഡ്ജ് ആണെങ്കിൽ, ഒന്നും പറയാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്ത ഭൂരിഭാഗം ആൾക്കാർ കുറവായിരിക്കും അല്ലെ. എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പക്ഷെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. മടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് നിങ്ങളുടെ മൈൻഡ് മനസ്സിലാവുന്നേ ഇല്ല. ഓരോ ക്ലാസ്സിലും ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ദേഷ്യപ്പെട്ടോട്ടോ ഒന്നുമല്ല. എനിക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് എന്താണ് പറയാൻ. 190+ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ചോദിച്ച് എല്ലാ ദിവസവും ഓരോരുത്തർ പേര് നമ്മൾ ലിസ്റ്റിലിടും. അന്നേരം ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞു ഞങ്ങൾ കുറെ പേര് റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ താല്പര്യമുള്ളവർ മാത്രം നെയിം തരാൻ പറഞ്ഞിട്ട് ഒരു 15 പേരാണ് നെയിം തന്നത്. അവരുടെ പേരാണ് റിപ്പീറ്റഡ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവര് പോലും നെയിം ഇടുമ്പോ കുറച്ച് പേര് പറയും ചെയ്യാന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ ക്ലാസ് തുടങ്ങാറാവും പറയും. ഞാൻ തലേ ദിവസം ഇപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് ഉച്ച കഴിയുമ്പോഴേ ഞാൻ ലിസ്റ്റ് ഇടും, അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറയും എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. ഇനിയിപ്പോ രാവിലെ പ്രയർ പറ്റത്തില്ല, സൈൻ ഔട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ഔട്ട് പറയാന്ന് പറഞ്ഞു. പ്രയർ ആരും ഏറ്റെടുത്തില്ല. 15 പേരാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി അവർക്ക് താല്പര്യം ഇല്ലെന്ന് അവര് പറയുന്നു. ഓക്കെ, ഒരാളെയും നമുക്ക് ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരും വിളിച്ച് ഫോഴ്സ് ചെയ്ത് എനിക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ മാത്രമേ ഏത് സബ്ജക്ട് എന്ത് കാര്യമാണെന്ന് നിങ്ങൾ പഠിക്കൂ. എന്ത് പഠിക്കായിക്കോട്ടെ, എന്ത് പ്രവൃത്തി ചെയ്യുന്ന ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് പ്രയർ, തോട്ട് ഓഫ് ദി ഡേ, സൈൻ, സൈൻ ഔട്ട് ഇതെല്ലാം പറയുന്നത് ഒരാളാണെങ്കിൽ പോലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് നിങ്ങൾ യൂസ് ചെയ്യാം. മറ്റാരെ നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പറയാം. നമ്മൾ പറയുന്നുണ്ട്, പറയാൻ ആരെങ്കിലും വില്ലിങ് ആണോ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ചോദിക്കാം. വില്ലിങ് ആയവര് വന്ന് പറയാം. അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ പോട്ടെ, ഒരാളാണ് ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ ചെയ്തോളും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് നിങ്ങളെങ്കിലും യൂട്ടിലൈസ് ചെയ്യും. ഇപ്പൊ ഇതൊന്നും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ 1 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ആവട്ടെ, അപ്പൊ മനസ്സിലാവും. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. ബാക്കി ഞാൻ പറയുന്നില്ല. പറയണ്ട, പറയാത്തവര് പറയണ്ടെന്നേ. പറയാൻ വില്ലിങ്ങായവര് പറയും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ഗുണം ഉൾക്കുക. കാരണം നിങ്ങൾ അത്രയും പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഏതൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ആകുകയാണ്. നമ്മൾ കുറച്ചുകൂടെ അതിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഏതൊരു കാര്യമാണെങ്കിലും, അത് ഞാൻ ഈ പ്രയറിന്റെ കാര്യത്തിലോ ഒന്നിലല്ല ഞാൻ പറഞ്ഞു. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു നോക്കുക. പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ചോദിക്കുക. ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് തോന്നണം അവരെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, ചെയ്തത് എന്താ ഉണ്ടാവുക, അത് അവർക്ക് തോന്നിയാൽ മാത്രമേ ഇത് ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഫേവറേറ്റ്സ് ഉണ്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഒരാളെ ഫോക്കസ് ചെയ്ത് ഒന്നല്ല ഞാനിവിടെ പറയുന്നത്, എല്ലാവരോടും കൂടിയാണ്. എല്ലാ ബാച്ചിലും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്ക ബാച്ചിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. കാരണം അവർക്ക് ഒരേപോലെ ആരും ചെയ്യുന്നില്ല. ഫസ്റ്റ് കാണുന്ന ആ ഒരു എനർജിയോ ആ ഒരു ഇതൊന്നും പിന്നീട് അവർ ഉണ്ടാവില്ല. മൈൻഡ് ചെയ്യണ്ട. എന്താ പറയാനുള്ളത്, മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഒരേപോലെ നിങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. എല്ലാവരും ഒരേപോലെയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഒരാളെയും നമ്മള് സ്പെഷ്യൽ ആയിട്ടൊന്നും ക്ലാസ് എടുക്കുകയോ ഒരാളോട് നമ്മൾ പാട്ടിലാട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാവരോടും കൂടിയാണ് ഇത് പറയുന്നത്. പിന്നെ പ്രയർ ചൊല്ലുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഇംഗ്ലീഷിൽ പ്രയർ ചൊല്ലാം. അത് പറയാൻ കാരണം അത്രയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആകും. ആ സെന്റൻസ് ആണെങ്കിൽ വേർഡ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആകും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. തോട്ട് ഓഫ് ദി ഡേ ആണെങ്കിൽ ഈ തോട്ട് ഓഫ് ദി ഡേ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പറയുന്ന ഓരോ തോട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ തോട്ട് നിങ്ങൾ ഓർക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട്. ഓരോ വ്യക്തി പറഞ്ഞ തോട്ടായിരിക്കാം അല്ലെ, ഓരോ കോട്ട്സ് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ആ തോട്ട്സ് ഓർക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ തോട്ട് നമ്മൾ ഓരോ ദിവസം പറയാൻ പറയുന്നത്. ഓക്കെ,
സൈൻ ഔട്ട് ആണെങ്കിലും സൈൻ ആണെങ്കിലും നമുക്ക് നമ്മുടെ കഴിവുകൾ വെച്ച് പല രീതിയിലും പറയും. അപ്പൊ നമ്മുടെ എബിലിറ്റി നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ കോഴ്സ് മനസ്സിലാക്കുക. എത്രയോ പേര് ഇതിൽ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും പാടുന്നുണ്ട്. അതെല്ലാം ഒരു ചാൻസ് അല്ലേ? അതൊക്കെ വേണ്ടി പ്ലാറ്റ്ഫോം അല്ലേ ശരിക്കും ഇത് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കും. ഇനി ആരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾ തന്നെ ചെയ്യും. ഓക്കെ, ആരെയും പറയാം. കുറെ പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, എനിക്കിത് ഇനിയും ഇത് പറയേണ്ട അവസ്ഥ വരരുത് കേട്ടോ. കാരണം ഒരുപാട് സമയം പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. ഇടയിലാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ പ്രയർ ചെല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഗ്രൂപ്പിൽ ആരും പ്രയർ ചൊല്ലുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ തന്നെ എല്ലാം ചെയ്യുന്നത് കുഴപ്പമില്ല. ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോകണം, സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അറിയുള്ളൂ. ഇനി ഒരിക്കലും എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പാടില്ല. ഞാൻ ദേഷ്യപ്പെട്ട ഒന്നല്ല പറയുന്നതാണ് കേട്ടോ. സോറി മാം, ഞാൻ ചൊല്ലിക്കോട്ടെ മാം പ്രയർ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ മാം? നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്ന ലൈഫിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം മേ ബി കോഴ്സ്. ടീച്ചർ ആവുക മാത്രമല്ല, ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്ന് ആലോചിക്കും. ടീച്ചർക്കെന്നല്ല, ഒരു വ്യക്തിക്ക് നമുക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം അല്ലെ? നല്ലൊരു മനുഷ്യനാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? കേട്ടോ, എല്ലാം കൊണ്ടാവണം. ഒരാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടെ എന്താണെന്ന് പറയുന്നത് അല്ലെ, അതിൽ എന്താണ്, എനിക്ക് എന്താണ് നെഗറ്റീവ്സ് എന്താണ്, അത് ഞാൻ എങ്ങനെ പോസിറ്റീവ് ആക്കണം, മറ്റുള്ളവരെ എങ്ങനെ ഹേർട്ട് ചെയ്യാതിരിക്കണം, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ഒരു നല്ലൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രയോ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ എന്തെല്ലാം കാര്യങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മളെ കണ്ട് പഠിക്കുന്നവരാണ് മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ. എനിക്ക് ഇപ്പൊ നിങ്ങൾ തന്നെ എന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ എത്രയോ മടങ്ങായിരിക്കും കുഞ്ഞു മക്കൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വേർഡ്സ് ആണെങ്കിലും എല്ലാവരും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നെഗറ്റീവ്സ് ഒന്നും വേണ്ട, പോസിറ്റീവായി ചിന്തിക്കുക, അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞു സമയങ്ങളായി സ്റ്റാർട്ട് ചെയ്യണം. ഒന്നുകൂടെ റിവിഷൻ ആണ് പറഞ്ഞത് അല്ലെ? റെക്കോർഡിംഗ് ക്ലാസ് കണ്ടപ്പോൾ കുറെ പേരൊക്കെ മെസ്സേജ് 7th 2 ചാപ്റ്ററും അവർക്ക് മനസ്സിലായില്ല, കുറച്ച് സിമ്പിൾ ആയിട്ടും കുറച്ച് എക്സാമ്പിളും കൂടെ വെച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒത്തിരി പേര് നിങ്ങൾ ക്ലാസ് കാണുന്നതുകൊണ്ട് മാമിനോട് പറയാൻ പറ്റുന്നില്ല, താനൊന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചായിരുന്നു. അഡ്ജക്റ്റീവ് എന്താണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണെന്നൊക്കെ ചോദിച്ചു. ക്ലിയർ ആയി കാണുന്നവര് കുറച്ച് പേർക്കും ക്ലിയർ ആയിട്ടില്ല, കുറച്ച് ഇതൊക്കെ ഉണ്ട്, മാമിനോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഹലോ മാം, ഞാൻ എന്നും ഇവിടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്ന. അപ്പൊ എനിക്ക് കഴിഞ്ഞ 2 ക്ലാസ്സിൽ എനിക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നു. അപ്പം നേരത്തെ മിസ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ടെസ്റ്റ് ഒന്നും അങ്ങനെ റിവൈസ് പോലും ചെയ്യേണ്ട. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് അത് ഓർത്തോർത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഈ പ്രാവശ്യം അത് മോക്ക് ടെസ്റ്റ് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 2 റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നില്ല. മിസ് അത് എല്ലാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ മിസ് ഒന്നും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 6ഉം 7ഉം 8 ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 3നെയും കണക്ട് ചെയ്ത് പറഞ്ഞുതരാം, അതാണ് കുറച്ചുകൂടി സിമ്പിൾ. ഓക്കെ, ഏകദേശം ഈ 3ഉം കണക്റ്റഡ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്തായാലും പറയാനിരിക്കുകയാണ്, ഞാൻ പറഞ്ഞു തരും. എല്ലാവർക്കും കുറച്ച് ഡൗട്ട്സ് എനിക്ക് അറിയാം, പക്ഷെ എന്തായാലും പറഞ്ഞു തരും കേട്ടോ. പിന്നെ റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
ലോ ക്ലാസ് എനിക്ക് അറിയില്ല, ഞാൻ എന്റെ ക്ലാസ് വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ കൂടെയാണ് പിന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ലൈവ് ക്ലാസ്സിനെ കുറിച്ച് നല്ലത് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും റെഡ് ക്ലാസ് ആണ്. എന്തായാലും മാക്സിമം ഞാൻ 6, 7, 8 ഈ 3 ചാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഓക്കെ, അതിന്റെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട കേട്ടോ. ക്ലിയർ ചെയ്ത്. ഓക്കെ, പിന്നെ 7th ചാപ്റ്റർ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം 6ഉം 7ഉം ഏകദേശം സെയിം ആണ്. സെയിം മീൻസ് നൗണിനെ കുറിച്ച് തന്നെയാണ് രണ്ടും പറയുന്നത്. അഡ്ജക്റ്റീവ് ആണെങ്കിൽ പോലും നൗണിനെ കുറിച്ചാണ് പറയുന്നത്. 7 ഓൾറെഡി നൗൺ ആണ്. അപ്പൊ രണ്ടും കൂടെ കുറച്ച് കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വേറൊരു കാര്യം പറയാനാണെങ്കിൽ എക്സാമിന് 7th ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെയും വന്നിട്ടുണ്ട്. ഒരുപാട് ബാച്ച് പാസ് ഔട്ട് ആയി പോകുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ഈ 7th ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കാരണം അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാലും നിങ്ങൾ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരും, എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. എക്സാമിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കി വെക്കൂ. പക്ഷെ എക്സാമിന് അത് ഉണ്ടാവോ, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ എടുക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കുറവ്. ഓക്കെ, സുബി തിരക്കിലായിട്ടിരിക്കുകയാണല്ലോ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പിന്നെ ഒരു കാര്യം കേട്ടോ, എല്ലാ ടീച്ചേഴ്സിനോടും കൂടിയാണ്. എല്ലാ ടീച്ചേഴ്സും അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കാൻ പറയുന്നതാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ അല്ല, കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പറയുന്നതെന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ചാപ്റ്റർ ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ആയിരിക്കും നെഗറ്റീവ്സ് ഒക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? നിങ്ങൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട്, അത്യാവശ്യം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് നിങ്ങൾ കുറച്ചുകൂടി ആഗ്രഹം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ബാക്കി എല്ലാവരും വിചാരിക്കും അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ മിസ്സിന് പറഞ്ഞു തരില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരും. പറഞ്ഞു തരാൻ 8 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പറയാന്ന് വിചാരിച്ചാണ്. കംപ്ലീറ്റ് ആയിട്ട് കമ്പയർ ചെയ്തെന്ന് പറയാന്ന് വിചാരിച്ചാണ് കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ക്ലാസ് എടുത്താലും ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തരും, എന്തായാലും പറഞ്ഞു തരും. അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട കേട്ടോ. മാമോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ഒട്ടും വയ്യ. അപ്പൊ എന്റെ കൂടെ വേറെ പിള്ളേരുണ്ടായിരുന്നു. അവരൊന്നും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ ആൽഫിയ, അലീനയും പിന്നെ ജയശ്രീ, 3 പേര് ആരെങ്കിലും ഉണ്ടെങ്കിൽ. 3 ക്ലാസ്സിലുണ്ടോ? ആൽഫിയ പ്രസന്റ് ആണ്. പിന്നെ ആരാണ്? ആൽഫിയ, അലീന, ജയശ്രീ. ആൽഫിയ, അലീന, ജയശ്രീ. 3 പേരുണ്ടല്ലോ. ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിലുണ്ട്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മാം, ഞാൻ കിടക്കുകയാണ്. എനിക്കിപ്പോ ക്ലാസ് എടുക്കാൻ പറ്റില്ല മാഡം. ഓക്കെ, കേൾക്കുന്നുണ്ട്, എടുക്കാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സുബിക്ക് വയ്യാതിരിക്കാണോ? തൊണ്ടയ്ക്ക് ഒട്ടും വയ്യ. പനിയായിട്ടാണ്. ഇന്നലെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ലാസ്റ്റിലായിരുന്നു ക്ലാസ് ഇല്ലായിരുന്നു. ഓക്കെ സുബി, കുഴപ്പമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 8 ആണ് കേട്ടോ. യൂണിറ്റ് 8 ആരൊക്കെയാണ്? അനുപ്രിയ, ബിൻസി, മഞ്ജു, ഷംസി. ഫസ്റ്റ് ബിൻസിയാണ്. ഇവരെല്ലാവരും ക്ലാസ് എടുക്കാൻ റെഡിയാണ്. റെഡിയാണോ? ഞാൻ ലാസ്റ്റ് പാർട്ടാണ്. അതെ, റെഡിയാണ് മിസ്. ബിൻസി, മഞ്ജു, അനുപ്രിയ, ഷംസി. ഓക്കെ, 4 പേര് റെഡിയാണോ? ഷംസി ഉണ്ടോ? മിസ് ഏത് മഞ്ജു ആണ്?
മഞ്ജു രാകേഷ്. പൃഥ്വിരാജ് അല്ല, പേടിക്കണ്ട. ഞാൻ അറിഞ്ഞും കൂടി ഇല്ല, അതാ ഞാൻ ചോദിച്ചത്. ആ കുഴപ്പമില്ല, പൃഥ്വിരാജ് അല്ല കേട്ടോ. ഷംസീന ഉണ്ടോ? ഷംസീന ക്ലാസ്സിലില്ലല്ലോ. ബാക്കി 3 ഓക്കെ ആണോ? റെഡി ആണോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, ഞാൻ ചാപ്റ്റർ എടുക്കാം. പെട്ടെന്ന് പറയൂ. റെഡിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഫസ്റ്റ്? ആരാ? Good afternoon, ma'am. Good afternoon, everyone. Unit Hi. Unit 8 ആണ് എടുക്കാൻ പോകുന്നത്. ആഡ്വർബ്, ആഡ്വർബിയൽ ഫ്രേസസ്, ആഡ്വർബിയൽ ക്ലോസസ് എന്ന ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ തേർഡ് ഗ്രൂപ്പ് ആണ്. ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ ഞാനാണ് എടുക്കുന്നത്. എന്റെ പേര് ബിൻസി എന്നാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ നോക്കാം. അപ്പൊ ആഡ്വർബിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ വാട്ട് ഈസ് എ വെർബ് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആരെങ്കിലും പറയോ വാട്ട് ഈസ് എ വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? Action word. Okay, good. Verb is a word used to describe an action. ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് ഐ ഈറ്റ് ആപ്പിൾ, മൈ ഡോഗ് റാൻ വെരി ഫാസ്റ്റ്. അപ്പൊ ഈറ്റ്, റാൻ, ജമ്പ്, റീഡ്, റൈറ്റ്, ഇതൊക്കെ എന്താണ്? വെർബിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആഡ്വർബ് എന്ന് പറഞ്ഞാല് an adverb is a word that modify or describe or give more information about a verb, an adjective or another adverb. Adverb എന്ന് പറഞ്ഞ ഒരു വേർഡാണ്. അത് നമ്മുടെ വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെർബിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെർബിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. വെർബിനെ മാത്രമല്ല കേട്ടോ, വെർബിനെയും അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആഡ്വർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് ആഡ്വർബ് എന്ന് പറയാം. വെർബിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വെർബിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആഡ്വർബ് ആൻസർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ, വെൻ, വേർ, ഹൗ ഓഫൺ, ഓർ ടു വാട്ട് എക്സ്റ്റെന്റ് സംതിങ് ഹാപ്പൻ. അപ്പൊ ആഡ്വർബ് ആൻസർ തരുന്ന ക്വസ്റ്റ്യൻസ് ഹൗ, വെൻ, വേർ, ഹൗ ഓഫൺ, ഓർ ടു വാട്ട് എക്സ്റ്റെന്റ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ആൻസർ തരുന്നത്. എക്സാമ്പിള് ക്വിക്ക്ലി, ബ്യൂട്ടിഫുള്ളി, യെസ്റ്റർഡേ, ദേർ, വെരി, ഇതൊക്കെ ആഡ്വർബിന് എക്സാമ്പിൾ ആണ്. നോട്ട് എന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പിൽ ഇടാണോ അതോ നമ്മൾ ഒന്നിച്ചെഴുതി പോവുകയാണോ? ഒന്നിച്ചെഴുതിയാലോ? ഗ്രൂപ്പിൽ ഇട്ടനി എല്ലാവരും എഴുതുവോ? നോട്ട് വേണോ? മെയിൻ പോയിന്റ്സ് മാത്രം ഇപ്പൊ തന്നെ പറഞ്ഞാല് നല്ലതായിരുന്നു. ഡെഫിനിഷൻ ആയിട്ടെന്ന് പറയട്ടെ. ഓക്കെ. An adverb is a word. An adverb is a word that modifies. An adverb is a word that modifies, bracket, describe or gives. Describes or gives more information about. More information about. Bracket close ചെയ്യാ. A verb, comma, an adjective or another adverb. ഒരു വട്ടം കൂടി പറയാം. An adverb is a word that modifies, bracket, describes or gives more information about, bracket close, a verb, comma, an adjective or another adverb. എക്സാമ്പിൾ എഴുതിക്കോളൂ. ക്വിക്ക്ലി, ബ്യൂട്ടിഫുള്ളി, yesterday, quickly, beautifully, yesterday, very. എക്സെട്ര കൊടുത്താൽ മതി. കുറെ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പൊ ക്വിക്ക്ലി, ബ്യൂട്ടിഫുള്ളി, യെസ്റ്റർഡേ, വെരി. എല്ലാവരും എഴുതിയോ? അടുത്ത പോർഷൻ പറയട്ടെ.
അടുത്ത നമ്മൾ പറഞ്ഞു ആഡ്വർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബിനെയും അഡ്ജക്റ്റീവിനെയും മറ്റൊരു ആഡ്വർബിനെയും മോഡിഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓരോന്നും എക്സാമ്പിൾ വൈസ് നോക്കാം. എങ്ങനെയാണ് മോഡിഫൈ വെർബ്? അതിൽ പറയുന്നത് ഡിസ്ക്രൈബ് ഹൗ എൻ ആക്ഷൻ ഈസ് ഡൺ. എങ്ങനെയാണ് ഒരു ആക്ഷൻ ചെയ്തത് എന്നാണ് നമ്മൾ വെർബിനെ മോഡിഫൈ ചെയ്യുമ്പോൾ പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം, അതിൽ കറക്റ്റ് മനസ്സിലാവും. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഷീ സിങ്സ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പാടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പാടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് പാടാം, മോശമായിട്ട് പാടാം അല്ലെ. അപ്പൊ നമുക്ക് പാടി അത്ര ജസ്റ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോ എന്താണ്, അവൾ നന്നായിട്ട് പാടി. അപ്പൊ നമുക്ക് അവൾ എങ്ങനെ പാടി എന്നുള്ളതിന്റെ ഒരു ആൻസർ കിട്ടിയില്ലേ? അങ്ങനെയാണ് അവിടെ വെർബിനെ മോഡിഫൈ ചെയ്യണത്. അപ്പൊ മോഡിഫൈ വെർബാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അടുത്തത് എങ്ങനെയാണ് ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നത്? ആഡ് ഡീറ്റെയിൽ ടു ദ ഡിഗ്രി ഓർ ഇന്റൻസിറ്റി ഓഫ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന്റെ ഡിഗ്രി അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കി തരുന്നവരെ പറയാം. ഒരു എക്സാമ്പിള്, ദ മൂവി വാസ് ഇൻക്രെഡിബിളി ഇൻട്രസ്റ്റിംഗ്. ദ മൂവി വാസ് ഇൻക്രെഡിബിളി ഇൻട്രസ്റ്റിംഗ്. മൂവി വാസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ ഇൻട്രസ്റ്റിംഗ് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ് അല്ലെ. മൂവി വളരെ നന്നായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ എന്താണ്, ഇൻക്രെഡിബിളി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അഡ്ജക്റ്റീവിന് എന്താണ്, ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തന്നു. അതാണ് മോഡിഫൈ അഡ്ജക്റ്റീവ്. ഫസ്റ്റ് പറഞ്ഞു മോഡിഫൈ വെർബ്, പിന്നെ മോഡിഫൈ അഡ്ജക്റ്റീവ്. അടുത്തത് മോഡിഫൈയിങ് അനദർ ആഡ്വർബ്. മറ്റൊരു ആഡ്വർബിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? അതിന്റെ എക്സാമ്പിള് ഷീ ഫിനിഷ്ഡ് എക്സ്ട്രീംലി വെൽ. ഷീ ഫിനിഷ്ഡ് വെൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അവള് നന്നായിട്ട് അത് ചെയ്തു, ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അവിടെ എന്താണ്, എക്സ്ട്രീംലി വെൽ. എന്താണ്, മാക്സിമം അവൾക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റി അത്രത്തോളം നന്നായിട്ട് ചെയ്തു. അവിടെ എക്സ്ട്രീംലി എന്ന് പറയുമ്പോൾ എന്താണ്, വെൽ എന്നുള്ളതിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇതാണ് 3 മോഡിഫിക്കേഷൻ. വെർബിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു, അഡ്ജക്റ്റീവിനെ എങ്ങനെയാണ്, അനദർ ആഡ്വർബിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്തത്. ഈ 3 മനസ്സിലായോ? അതിന്റെ ഓരോ എക്സാമ്പിളും സിമ്പിൾ ആയിട്ട് 3 പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. മോഡിഫൈങ് വെർബ്, മോഡിഫൈ അഡ്ജക്റ്റീവ്, മോഡിഫൈങ് അനദർ ആഡ്വർബ്. അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. മോഡിഫൈങ് വെർബില് ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. മോഡിഫൈങ് അഡ്ജക്റ്റീവില് ദ മൂവി വാസ് ഇൻക്രെഡിബിളി ഇൻട്രസ്റ്റിംഗ്. മോഡിഫൈങ് അനദർ ആഡ്വർബില് ഷീ ഫിനിഷ്ഡ് എക്സ്ട്രീംലി വെൽ. ബിൻസി ഇച്ചിരി സ്ലോ ആയിട്ട് പറയാണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി സ്പീഡ് കൂടുതലാണ്, പതുക്കെ പതുക്കെ പറയാന്നാലേ നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് മോഡിഫൈ വെർബ്. അതിൽ പറയണത് ഡിസ്ക്രൈബ് ഹൗ എൻ ആക്ഷൻ ഈസ് ഡൺ. എക്സാമ്പിള് ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. രണ്ടാമത്തെ പോയിന്റ് മോഡിഫൈ അഡ്ജക്റ്റീവ്. എക്സാമ്പിള് the movie was incredibly interesting. The movie was incredibly interesting. മൂന്നാമത്തെ പോയിന്റ് മോഡിഫൈങ് അനദർ ആഡ്വർബ്. മോഡിഫൈങ് അനദർ ആഡ്വർബ്. എക്സാമ്പിൾ she finished extremely well. She finished extremely well. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിൽ ഫസ്റ്റ് സെന്റൻസിൽ ഇൻക്രെഡിബ്ലി ഇൻട്രസ്റ്റിംഗില് അഡ്ജക്റ്റീവ് ഏതാ? ഇൻട്രസ്റ്റിംഗ്. സെക്കൻഡില് എക്സ്ട്രീംലി വെൽ എന്ന് പറയുന്നതിൽ അഡ്വർബ് ഏതാ? വെല്ലാണോ? വെല്ല ഒരു ആഡ്വർബ് ആണ് അതില്. അപ്പൊ അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രീംലി എന്നും കൂടി ചേർത്തു. അപ്പൊ മറ്റൊരു ആഡ്വർബിനെ എന്നല്ലേ പറയണേ. അപ്പൊ ഓൾറെഡി ഒരു ആഡ്വർബ് ഉള്ളത് വെല്ലാണ്. അതിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രീംലി വെല്ലാക്കി.
അപ്പൊ എത്രത്തോളം നന്നായിട്ട് ചെയ്തു ആ വെൽ എന്നുള്ളതിനും കൂടി ഒരു എക്സ്പ്ലനേഷൻ പോലെ. ഓക്കെ, ഈ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിൽ മൂവിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഇൻട്രസ്റ്റിംഗ്, അതൊരു അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയല്ലേ? സെക്കൻഡ് ഫിനിഷ്ഡ് എന്നുള്ള ആ ഒരു വെർബിനെ വെൽ ഡിസ്ക്രൈബ് നോക്കിയപ്പോ ഒരു ആഡ്വർബായി. ഓക്കെ. ഷീ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോ വെർബ് മാത്രമായി, ഫിനിഷ് ചെയ്തു. പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളതിന് ഒരു ഇതില്ല, നന്നായിട്ടാണോ മോശമായിട്ടാണോ എന്ന്. അപ്പൊ വെൽന്ന് ചേർത്തു. അപ്പൊ ഓക്കെ. അത് ആ വെൽ എന്നുള്ളതിനും കൂടി ഹൗ വെൽ ഡിഡ് ഷീ ഫിനിഷ്, ഹൗ വെൽ ഡിഡ് ഷീ ഫിനിഷ്, എത്രത്തോളം നന്നായിട്ടാണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രൈബാണ് എക്സ്ട്രീംലി എന്ന് ചേർത്തത്, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ വേണ്ടിയിട്ട്. ചോദിച്ച ഡൗട്ടിൽ വെച്ചാൽ എങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റിങ്ങും വെല്ലും നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണമല്ലോ. പെട്ടെന്നൊരു സെന്റൻസ് കാണുമ്പോൾ ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് ഒരു അഡ്വർബ് ആണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒന്നുകൂടി ചോദിച്ചു കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ, ഇത് മനസ്സിലായോ എല്ലാവർക്കും? ആഡ്വർബ് എന്താണ്, പിന്നെ അതിന്റെ 3 മോഡിഫിക്കേഷൻ. പിന്നെ ഇനി ഒരുപാട് ടൈപ്സ് ഓഫ് ആഡ്വർബ് ഉണ്ട്. അപ്പൊ അതിലത്തെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു 7 ടൈപ്സ് ആണ് പറയണത് കേട്ടോ. 7 അത് ആദ്യത്തെ നമ്മളുടെ എക്സാമ്പിൾ പറഞ്ഞില്ലല്ലോ, മോഡിഫൈ ആഡ്വർബിന്റെ എഡ്ജക്റ്റീവിന്റെ. രണ്ടാമത്തെ ആണോ? സെക്കൻഡ് രണ്ടെണ്ണത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ, മോഡിഫൈ വെർബിന്റെ, മോഡിഫൈ എഡ്ജക്റ്റീവിന്റെ. മോഡിഫൈ അനദർ ആഡ്വർബിന്റെ ആണ് ഷീ ഫിനിഷ്ഡ് എക്സ്ട്രീംലി വെൽ. ഓക്കെ. 7 ടൈപ്സ് ഓഫ് ആഡ്വർബ്സ് ആണ് കേട്ടോ. ഹെഡിങ് കൊടുത്തോളൂ, 7 ടൈപ്സ് ഓഫ് ആഡ്വർബ്സ്. ഫസ്റ്റ് വൺ, 7 ടൈപ്സ് ഓഫ് ആഡ്വർബ്സ്. ആഡ്വർബ് ഓഫ് മാനർ, ബ്രാക്കറ്റിൽ ഹൗ. ആഡ്വർബ് ഓഫ് മാനർ, ബ്രാക്കറ്റിൽ ഹൗ. എക്സാമ്പിള്, ഷീ റാൻ ക്വിക്കിലി. എങ്ങനെ അത് ചെയ്തു എന്നാണ് പറയണത്, ഹൗ. ആഡ്വർബ് ഓഫ് മാനറിൽ ഏത് ക്വസ്റ്റ്യന്റെ ആൻസറാ കിട്ടുക? ഹൗ എന്ന ക്വസ്റ്റ്യന്റെ ആൻസറാ കിട്ടുക. എക്സാമ്പിള്, ഷീ റാൻ ക്വിക്കിലി. ആഡ്വർബ് ഓഫ് മാനർ, ബ്രാക്കറ്റിൽ ഹൗ. എക്സാമ്പിൾ, ഷീ റാൻ ക്വിക്കിലി. Second one, adverb of place. Adverb of place. Bracketൽ where. Where എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമുക്ക് കിട്ടുക ആഡ്വർബ് ഓഫ് പ്ലേസിൽ, where. Example, the cat is here. The cat is here. Third one, adverb of time. Adverb of time. ബ്രാക്കറ്റില് when. when എന്ന ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ ആ കിട്ടുക adverb of time, ബ്രാക്കറ്റില് when. Example, we will leave now. We will leave now. Fourth one, adverb of frequency. Adverb of frequency. Bracket, how often. ഒരു കാര്യം ചെയ്യുന്ന ഫ്രീക്വൻസിയിലാണ്, അല്ലെങ്കിൽ എത്ര വട്ടം എങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളതിന്റെയാണ് ഹൗ ഓഫൺ. ബ്രാക്കറ്റില് എക്സാമ്പിൾ ആണ് കേട്ടോ. ബ്രാക്കറ്റില് ഹൗ ഓഫൺ. എക്സാമ്പിള്, ഷീ ആൾവേസ് സിങ്. ഷീ ആൾവേസ് സിങ്. Fifth one, adverb of degree. Adverb of degree. ബ്രാക്കറ്റില് to what extent. ഡിഗ്രി ആണ്, എങ്കിൽ എത്രത്തോളം,
ആ ക്വസ്റ്റ്യനാണ് ആൻസർ തരിക. ടു വാട്ട് എക്സ്റ്റെൻഡ്. എക്സാമ്പിൾ, ഇറ്റ് വാസ് എക്സ്ട്രീംലി കോൾഡ്. ഇറ്റ് വാസ് എക്സ്ട്രീംലി കോൾഡ്. 6th വൺ, സ്പീഡ് കൂടുണ്ടോ? എല്ലാരും എഴുതുണ്ടോ? എഴുതുന്നില്ലേ? 6th വൺ, adverb of purpose. Adverb of purpose. എക്സാമ്പിൾ, why. why എന്ന ക്വസ്റ്റ്യൻ ആണ് ആൻസർ കിട്ടുക. adverb of purpose ബ്രാക്കറ്റില് why. എക്സാമ്പിൾ, he studied to pass the exam. He studied to pass the exam. Last one, adverb of conjunctive. Conjunctive. CONJECTIVE. adverb of conjunctive ബ്രാക്കറ്റിൽ കണക്റ്റിംഗ് ഐഡിയാസ്. എന്തേലും ചോദിച്ചപ്പോ? adverb of conjunctive ബ്രാക്കറ്റിൽ കണക്റ്റിംഗ് ഐഡിയാസ്. ക്ലിയർ ആവണില്ല, എന്താ ചോദിക്കുന്നത്? എക്സാമ്പിൾ പറയട്ടെ. ഒരു മിനിറ്റ്. ഈ സ്റ്റഡി ടു പാസ് എക്സാമില് അഡ്വർബ് മാത്രം ഒന്ന് പറയോ? അതിൽ അണ്ടർലൈൻ ചെയ്യാൻ ഏത് വേർഡാണ്? പാസ് ആണ്. പാസ്. അതിന്റെ പർപ്പസാ ചോദിക്കുന്നത്. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ചോദിക്കുമ്പോ എക്സാം പാസ് ആവാനാന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. മാത്രല്ലേ വരുള്ളൂ? അത് ടു പാസ് ദ എക്സാം അത് ഫുൾ ആയിട്ട് വരും? എങ്ങനെയാണ്? ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് പറയാട്ടോ. പറയുള്ളൂ. ഓക്കെ. ലാസ്റ്റ് വൺ, adverb of conjunctive ബ്രാക്കറ്റിൽ കണക്റ്റിംഗ് ഐഡിയാസ്. രണ്ട് സെന്റൻസിന് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന പോലെയാണ് ഈ adverb of conjunctive. മനസ്സിലാണോ? ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. ലാസ്റ്റ് വണ്ണിന്റെ എക്സാമ്പിൾ പറയാം. I was tired, however I finished the rice. I was tired, however I finished the rice. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ പോലും എന്താണ്, ഞാൻ ആ റൈസ് ഫിനിഷ് ചെയ്തു. അപ്പൊ ആ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് adverb of conjunctive. ഇപ്പൊ 7 ടൈപ്പ് ഉള്ളത്. എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞേ. I was tired. I was tired, however I finished the rice. ഈ 4th വണ്ണിന്റെ ബ്രാക്കറ്റിൽ എന്തൊന്ന് പറയണേ? adverb of vacancy. ഒരു തവണ കൂടിയും പറയാട്ടോ. ഫസ്റ്റ് വൺ, adverb of manner ബ്രാക്കറ്റ് how. how എന്ന ക്വസ്റ്റ്യൻ ആണ് ആൻസർ. എക്സാമ്പിൾ, she ran quickly. സെക്കൻഡ് വൺ, adverb of place ബ്രാക്കറ്റിൽ where. the cat is here. തേർഡ് വൺ, adverb of time ബ്രാക്കറ്റിൽ when. we will leave now. ഫോർത്ത് വൺ, adverb of frequency ബ്രാക്കറ്റിൽ how often. how often. എക്സാമ്പിൾ, she always sing. ഫിഫ്ത്ത് വൺ, adverb of degree ബ്രാക്കറ്റിൽ to what extent. എക്സാമ്പിൾ, it was extremely cold. സിക്സ്ത് വൺ, adverb of purpose ബ്രാക്കറ്റിൽ why. he studied to pass the exam. ലാസ്റ്റ് വൺ, adverb of conjunctive ബ്രാക്കറ്റിൽ connecting ideas. എക്സാമ്പിൾ, I was tired, however I finished the rice.
എല്ലാവരും എഴുതിയോ? ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാട്ടോ. എഴുതിക്കോൾ ഫസ്റ്റ്. അതായത് ഓരോ ക്വസ്റ്റിന്റെ ആൻസർ വരുന്ന ആഡ്വർബുകളാണ്. ഹൗ എന്നതിനുള്ള എക്സാമ്പിൾസ് ആണ്. ക്വിക്ക്ലി, സ്ലോലി. ഹൗ എന്ന് ഹെഡിങ് കൊടുക്കാം. താഴെ പോയിന്റ് ആയിട്ട് ക്വിക്ക്ലി, സ്ലോലി, ബാഡിലി, ക്വിക്ക്ലി, സ്ലോലി, ബാഡിലി, ഹാപ്പിലി, ഈസിലി, ക്വിക്ക്ലി, സ്ലോലി, ബാഡ്ലി, ഹാപ്പിലി, ഈസിലി, ലൗഡ്ലി. ക്വിക്ക്ലി, സ്ലോലി, ബാഡ്ലി, ഹാപ്പിലി, ഈസിലി, ലൗഡ്ലി. അടുത്തത് വെൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. താഴെ അതിന് എക്സാമ്പിൾ ആണ് ടുഡേ, നൗ, യെസ്റ്റർഡേ, സൂൺ. ടുഡേ, നൗ, യെസ്റ്റർഡേ, സൂൺ, ലേറ്റർ. നെക്സ്റ്റ് വേർ. അടുത്ത ഹെഡിങ് പോലെ കൊടുക്കുക. വേർ പോയിന്റ് ആയിട്ട് എഴുതുക. ഹിയർ. വേർന്ന് ഹെഡിങ് കൊടുക്കുക. പോയിന്റ് ആയിട്ട് എഴുതുക. ഹിയർ, there, everywhere. Here, there, everywhere. Inside, outside. Here, there, everywhere. Inside, outside. ഇത്ര അല്ലേ ഉള്ളൂ കേട്ടോ. ഇനി ഒരുപാടുണ്ട്. കുറച്ച് മാത്രം നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതുകയാണ്. അടുത്തത് ഹൗ മച്ച് ഹെഡിങ് ആണ്. വെരി, ടു, ടു, ഇനഫ്, വെരി, ടു, ഇനഫ്, ടോട്ടലി, വെരി, ടു, ഇനഫ്, ടോട്ടലി. അടുത്ത ഹെഡിങ് ഈ വെരി, ടോട്ടലി അതിന്റെ ഹെഡിങ് ഒന്ന് പറഞ്ഞേ. ഹൗ മച്ച്, വെരി, ടു, ഇനഫ്, ടോട്ടലി. അടുത്തത് ഹൗ ഓഫൺ ഹെഡിങ് ആണ്. ഹൗ ഓഫൺ എന്നുള്ളത് ഹെഡിങ് ആണ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഹൗ ഓഫൺ. ആൾവേസ്, യൂഷ്വലി, ഡെയിലി. ഹൗ ഓഫൺ ഹെഡിങ് കൊടുക്കുക. ആൾവേസ്, യൂഷ്വലി, ഡെയിലി, വീക്കിലി. ആൾവേസ്, യൂഷ്വലി, ഡെയിലി, വീക്കിലി, നെവർ. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് ഹൗ ഓഫൺ. അതിൽ വരുന്നത് എക്സാമ്പിൾസ് ആൾവേസ്, യൂഷ്വലി, ഡെയിലി, വീക്കിലി, നെവർ. ഇത്രയും ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ വെർബ് എന്താ നോക്കി, പിന്നെ adverb എന്താ നോക്കി. An adverb is a word that modify, describe or give more information about a verb, adjective or another adverb. പിന്നെ അതിന്റെ എങ്ങനെയാണ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നത്, അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നത്, അനദർ ആഡ്വർബിനെ മോഡിഫൈ ചെയ്യണതെന്ന് എക്സാമ്പിൾ വെച്ച് നോക്കി.
പിന്നെ 7 ടൈപ്സ് ഓഫ് ആഡ്വർബുകൾ. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വർബ് ഓഫ് ഡിഗ്രി, ആഡ്വർബ് ഓഫ് പർപ്പസ്, ആഡ്വർബ് ഓഫ് കൺജക്റ്റീവ്. പിന്നെ കുറച്ച് എക്സാമ്പിളും എഴുതി എല്ലാവരും. പിന്നെ ആരെങ്കിലും ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയോ എന്താണ് ആഡ്വർബ്, അതിന്റെ 7 ടൈപ്സ്, പിന്നെ കുറച്ച് എക്സാമ്പിൾസ്. ഹൗ മച്ച് എന്നുള്ളത് ഇതിൽ ഏതാ വരിക? ആഡ്വർബ് ഓഫ് ഹൗ മച്ച് വരുമ്പോ ഡിഗ്രി, ഓക്കെ. അതിന്റെ എക്സ്റ്റൻഷനാ കാണിക്കണേ. ടു വാട്ട് എക്സ്റ്റെന്റ് എന്നുള്ളത് ആഡ്വർബ് ഓഫ് ഡിഗ്രി. ആരെങ്കിലും ഒരാളെ സമ്മർ ചെയ്തിട്ടൊന്ന് പറയോ? ഒന്ന് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഒരാൾ വാട്ട് ഈസ് ആഡ്വർബ് സിമ്പിൾ ആയിട്ട് പറയൂ ആരെങ്കിലും. ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് ആഡ്വർബ്. ഗുഡ്. എക്സാമ്പിൾസും ടൈപ്സും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ ഓക്കെ ബെൻസി, ഇനി നെക്സ്റ്റ് ആരാ ക്ലാസ് എടുക്കുന്നേ? മഞ്ജു. ആരായിരുന്നു? ഷംസി അല്ലായിരുന്നു? ഷംസി ക്ലാസ് എടുത്തല്ലോ. ഷംസി കേൾക്കുന്നുണ്ടോ? ഹലോ മാം. ഷംസി വൺ സെക്കൻഡ്. അഡ്വർബ് ഫ്രേസസ് ആണ്. ഫ്രേസസ് ആണ്. ഞാൻ അഡ്വർബ് ഫ്രേസസ് എടുക്കണത്. അത് ഓക്കെ, ആഡ്വർബ് കഴിഞ്ഞു. ആഡ്വർബ് എടുത്തല്ലോ. ഫ്രീസറിലെ. സോറി മാം, ഞാൻ ഇപ്പൊ പുറത്തു പോയി വന്നിട്ടുള്ളൂ. ഒരു സെക്കൻഡ്. ഓക്കെ ബിൻസി, നന്നായിട്ട് ക്ലാസ് എടുക്കും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണോ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഒപ്പീനിയൻ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ബിൻസിന്റെ ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇച്ചിരി ഒരു സ്പീഡ് കൂടുതലാന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ബാക്കി എന്നാലും നന്നായിട്ട് കവർ ചെയ്തെല്ലാം പറഞ്ഞു തന്നു. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഓരോരുത്തരും പഠിപ്പിക്കുന്നത് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ആണ് അല്ലെ? വ്യത്യാസമാണ്. ഓരോരുത്തരുടെ ക്ലാസ് ആണെങ്കിലും പറയുന്ന രീതിയാണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന് മുൻപ് പറഞ്ഞവരെ ഒട്ടും മോശമാണെന്നല്ല കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞു ഓരോരുത്തരും വേ ഓഫ് ടീച്ചിങ് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇത് മൂന്ന് ഒരുമിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 കൺഫ്യൂഷൻ വരും. ഹലോ മാം. ഷംസി ഓക്കെ ആണോ? ഓക്കെ. ഞാനിപ്പോ പുറത്തു പോയി വന്നിട്ടുള്ളൂ. അതൊന്നും പ്രിപ്പയർഡ് അല്ല. നേരത്തെ ചോദിച്ചാണ്. അപ്പൊ ഷംസി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പുറത്തു പോയി വന്നത് ഞാനിപ്പോ. അറിയാവുന്ന പോലെ എടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ. ടെൻഷൻ തന്നെ ഉണ്ട്. വേണ്ട, കേട്ടോ. ഓക്കെ. ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻ അഡ്വർബ് ഫ്രേസസ് ആണ്. An adverb phrases is a group of words that work like an adverb phrases. And adverbial phrases is similar to an adverb. അതായത് അഡ്വർബിനെ പോലെ വർക്ക് ചെയ്യുന്ന വെർബിനെയാണ് അഡ്വർബിൽ ഫ്രേസസ് എന്ന് പറയുന്നത്. അഡ്വർബിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതിനെയാണ് അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. അഡ്വർബ് ഈസ് എ സിംഗിൾ വേർഡ് ഓർ വൺ വേർഡ്. And adverbial phrases is more than words or a group of words. Adverb എന്നത് ഒരു സിംഗിൾ വേർഡ് ആണ്, ഓർ വൺ വേർഡ്. ആൻഡ് അഡ്വർബിയൽ ഫ്രേസസ് എന്നത് ഒരു കൂട്ടം വേർഡ്സിനെയാണ് അഡ്വർബിയൽ ഫ്രേസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇനി നോക്കാം. അലക്സ് റാൻ ക്വിക്ക്ലി. ഈ ക്വിക്ക്ലി എന്നത് അഡ്വർബ് ആണ്. ഈ വെർബിനെ വിശേഷണം കൊടുക്കുന്നത് ഒരു വാക്കായതുകൊണ്ട് അഡ്വർബ് എന്ന് വിളിക്കുന്നു. ക്വിക്ക്ലി അഡ്വർബ് ആണ്.
അലക്സ് റാൻ വിത്ത് എ ഗ്രേറ്റ് സ്പീഡ്. ഈ ഗ്രേറ്റ് സ്പീഡ് എന്നത് അഡ്വർബിൽ ഫ്രേസസ് ആണ്. ഈ ഒന്നിൽ കൂടുതൽ വാക്കുകൾ വെർബിനെ വിശേഷണം കൊടുക്കുന്നത് കൊണ്ട് അഡ്വർബിൽ ഫ്രേസസ് ആയി മാറി. ക്വിക്ലി എന്നത് ഒരു വാക്കാണ്, അത് അഡ്വർബാണ്. ഗ്രേറ്റ് സ്പീഡ് എന്നത് വരുമ്പോൾ അഡ്വർബിൽ ഫ്രേസസ് ആവും. ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് വെർബിനെ വിശേഷണം കൊടുക്കുമ്പോൾ അത് അഡ്വർബിൽ ഫ്രേസസ് ആയി മാറും. സെക്കൻഡ്, ഷീ ലുക്സ് സ്റ്റണ്ണിങ്. സ്റ്റണ്ണിങ് എന്നത് അഡ്വർബാണ്. ഈ അഡ്വർബിനെ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ എന്നാകും. വെരി ബ്യൂട്ടിഫുൾ എന്നത് അഡ്വർബിൽ ഫ്രേസസ് ആയി മാറും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ്. മുന്നേ പറഞ്ഞതുപോലെ ഡെഫിനിഷൻ ആയിട്ടും എല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു തന്നാല് നമ്മൾ എഴുതാം. മീൻസ് ഡെഫിനിഷനും എക്സാമ്പിൾസും പറഞ്ഞാലേ നമ്മൾ നോട്ട് ചെയ്യാം. അതെ, ഡെഫിനിഷനും എക്സാമ്പിൾസും ഒന്ന് പറഞ്ഞാൽ മതി, നമ്മൾ നോട്ട് ചെയ്യാനാ. ഞാൻ ടൈപ്പ് ചെയ്താൽ മതി, മെസ്സേജിൽ ടൈപ്പ് ചെയ്താൽ മതി എക്സാമ്പിള്. ഹലോ, ഓക്കെ. ഇതില് അലക്സ് റാൻ ക്വിക്ലി എന്നത് അഡ്വർബാണ്. ഓക്കെ, ഹലോ, ക്ലാസ് കട്ടായി പോകും, നെറ്റ് ഇഷ്യൂ തോന്നിട്ടാ. സംശയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഷംസി, റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു കേട്ടോ. റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഞാനത് എന്താണ് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ. ഒരു കാര്യം ചെയ്യാം കേട്ടോ ഷംസി, എന്തായാലും ടോപ്പിക് കംപ്ലീറ്റ് ആവില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരും. അപ്പൊ ആഡ്വർബ് എടുക്കുന്ന ടീച്ചേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി അഡ്ജക്റ്റീവ് നൗൺ ഒക്കെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഗ്രൂപ്പ് എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് ആണോ? യെസ് മാം, ആക്റ്റീവ് ആണ്. അപ്പോ അതിലെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? ചോദിച്ചോ നിങ്ങള്? ഡൗട്ട്സ് ഒക്കെ ചോദിച്ചോ? യെസ് മാം. ക്ലിയർ ചെയ്തോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാവും, കുറച്ച് ട്രിക്ക് കിട്ടും എങ്ങനെയാ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് പറയുമ്പോ ബസ്സിന് എടുത്തരില്ലേ എന്ന് ചിന്തിക്കണ്ട, ഞാൻ എടുത്തരും കേട്ടോ, എന്തായാലും പറഞ്ഞു. ഓക്കെ, മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മറ്റേ ടീച്ചർ എടുത്ത ക്ലാസ്സിനകത്ത് എക്സാമ്പിൾ പറഞ്ഞത് അലക്സ് റൺ ക്വിക്ലി, അല്ലാതെ ക്വിക്ലി വേർഡ് നമ്മളുടെ എഡ്ജക്റ്റീവാ. അപ്പൊ അലക്സ് റൺ വെരി ക്വിക്ലി അത് നമ്മളുടെ ഫ്രേസ് ആയിട്ട് മാറുമോ? നമ്മൾ വെരി ക്വിക്ലി ആഡ് ചെയ്യുമ്പോൾ അത് ഫ്രേസ് ആകുമോ? റൺ ക്വിക്ലി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ അഡ്വർബും അഡ്ജക്റ്റീവും അറിയാലോ, ഞാൻ പറഞ്ഞുതരട്ടെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ്. എന്നെ കുറിച്ചാണ് ഒരു മീര എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് സ്മാർട്ട് ഗേൾ. നീരയെ കുറിച്ചാണ് ഒരു സ്മാർട്ട് എന്ന് പറയുന്നത്.
അപ്പൊ ഈ പറയുന്ന സ്മാർട്ട് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇനി മീര സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്നാണ് പറഞ്ഞെങ്കിൽ മീരയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ മീര ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണോ? പ്രവൃത്തിയെ കുറിച്ചാണ്. അപ്പൊ വെറുതെ മോഡിഫൈ ചെയ്യുമ്പോൾ ഈ ബ്യൂട്ടിഫുൾ എന്തായി? ആഡ്വേർബ് ആയി. മനസ്സിലായോ? അപ്പൊ ഒരാളെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ, തിങ്സിനെ കുറിച്ചോ, എന്തോ ആവട്ടെ, അനിമൽസിനെ കുറിച്ചോ മോഡിഫൈ ചെയ്യുമ്പോ അത് അഡ്ജക്റ്റീവ് ആണ്. അതായത് നൗണിനെ മോഡിഫൈ ചെയ്താൽ അത് അഡ്ജക്റ്റീവും, അവർ ചെയ്ത ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആരെങ്കിലും ചെയ്തൊരു പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അത് ആഡ്വേർബ് ആണ്. ഓക്കെ, ഇനി ഫ്രേസ് എന്താണെന്നാണ്. ഫ്രേസ് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പോ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്തിനെയാണോ മോഡിഫൈ ചെയ്ത് പറയുന്നത് അത് അഡ്ജക്റ്റീവ് ഫ്രേസോ ആഡ്വേർബ് ഫ്രേസോ ആകും. നൗണിനെ മോഡിഫൈ ചെയ്താണ് ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്തെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസും, ആഡ്വേർബ് ആണെങ്കിലോ സെയിം വെർബിനെ കുറിച്ച് ഒന്നിൽ കൂടുതൽ വേർഡ്സ് കൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്താണ് ആഡ്വേർബ് ഫ്രേസ് ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ക്ലോസ് ആയിരിക്കും. ക്ലോസ് ഞാൻ പറഞ്ഞുതരാം. ആഡ്വേർബ് കഴിയട്ടെ, ഞാൻ ക്ലോസ് പറഞ്ഞുതരാം. സിമ്പിൾ ആയില്ലേ? ഇങ്ങനെ പഠിക്കൂ. ഒരുപാട് ആലോചിക്കേണ്ട, നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, അത്രയൊന്നും ആലോചിക്കേണ്ട. സിമ്പിൾ ആയിട്ട് പഠിക്കുക. അത്രയേ ഉള്ളൂ. സൈൻ ഔട്ട് ആയില്ലേ? പറയൂ. ആരെങ്കിലും ഉണ്ടോ സൈൻ ഔട്ട് പറയാൻ? Yes, ma'am. പറയൂ. Good afternoon, everyone. Today's English session was truly wonderful. We learned, shared, and enjoyed every moment with our dear teachers and friends. Each activity helped us improve and express ourselves better. Thank you all and have a lovely day ahead. Thank you. Okay, thank you all. See you in the next class. ഞാൻ പറഞ്ഞു വന്നാലും മറക്കണ്ട. Okay, then bye all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.